ഓക്കെ ദിലീപ്, ഇനി നമുക്ക് പോകേണ്ടത് നേരത്തെ പറഞ്ഞ കൊല്ലത്തെ ഈ റെയിൽവേ സിഗ്നലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലേക്കാണ്. ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു. 2 മണിക്കൂറിലധികമായി പിടിച്ചിട്ടിരുന്ന ബാംഗ്ലൂർ തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിൻ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട് അല്ലേ? തീർച്ചയായും അത് ട്രെയിൻ യാത്രക്കാരെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. വിവരങ്ങൾ നൽകുന്നതിനായി കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, ഈ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്താൻ സമയമെടുക്കുമോ? കൊല്ലത്ത് റെയിൽവേ സിഗ്നൽ സംവിധാനം തകരാറിലായതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി റിപ്പോർട്ട് ചെയ്യുന്നത്. 2 മണിക്കൂറിലധികമായി പിടിച്ചിട്ടിരുന്ന ബംഗളൂരു തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിൻ ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. മറ്റു ചില ട്രെയിനുകൾ കൂടി വൈകുന്നതിനുള്ള സാധ്യതയുണ്ടെന്ന് കൊല്ലം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുകയാണ്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? റെയിൽവേ സിഗ്നൽ പൂർണ്ണമായിട്ടും നിലച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ട്രെയിനുകൾ 2 മണിക്കൂറിലധികം ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. നേരത്തെ ബാംഗ്ലൂർ തിരുവനന്തപുരം ട്രെയിൻ അത് 2 മണിക്കൂറിലധികം താമസിച്ചു. കുറച്ച് മുൻപെയാണ് ട്രെയിൻ കൊല്ലത്ത് നിന്നും പുറപ്പെട്ടത്. നമുക്ക് മനസ്സിലാകുന്നത് ട്രെയിൻ കടന്നു പോകാൻ റൈറ്റ് സിഗ്നൽ നൽകുന്ന ബ്ലോക്ക് ഇൻസ്ട്രുമെന്റിന് തകരാർ സംഭവിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മെമ്മോ എഴുതി നൽകിയാണ് ഇപ്പോൾ ട്രെയിനുകൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. മെമ്മോ എഴുതി നൽകി അത് അപ്രൂവ് ചെയ്ത് അത് പൈലറ്റിന് നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ ട്രെയിനുകൾ ഓരോന്നായിട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. തകരാർ അത് പരിശോധിക്കുന്നു, അത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് റെയിൽവേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തകരാർ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ ഒരുപക്ഷെ അനന്തപുരി, അതുപോലെ തന്നെ നാഗർകോവിൽ പാസഞ്ചർ, തിരുവനന്തപുരം പാസഞ്ചർ, അത് ഇനി കൊല്ലത്തുകൂടി കടന്നു പോകേണ്ട ട്രെയിനുകളാണ്. ഈ പ്രശ്നം ഉടനടി തന്നെ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ ഈ 3 ട്രെയിനുകളും അത് നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയത്തേക്കാൾ അധികം താമസിച്ചായിരിക്കും പോവുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കൊല്ലം പരവൂർ റൂട്ടുകളിലെ ട്രെയിനുകൾക്കാണ് ഇത്തരത്തിൽ കാലതാമസം വരിക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് സിഗ്നൽ കൊല്ലത്ത് അത് പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാത്രക്കാർ പലരും ബുദ്ധിമുട്ടുകൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നേരത്തെ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിൻ, അത് തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാൻ പോകുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് കൃത്യസമയത്ത് എത്താൻ കഴിയില്ല എന്നുള്ള ചില ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും തകരാർ ഉടൻ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് റെയിൽവേയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എന്താണ് തകരാർ, അതിന്റെ പരിശോധനകൾ നടക്കുകയാണ്. ഉടനടി തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.